ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 28 മലയാളികളും സുരക്ഷിതരെന്ന് മലയാളി സമാജം പ്രസിഡന്റ്. ഗംഗോത്രിക്ക് സമീപമാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. ഡിഫൻസ് സംഘം ഇവരുടെ വാഹനം ലൊക്കേറ്റ് ചെയ്തുവെന്ന് കുടുംബാംഗങ്ങൾക്ക് വിവരം കിട്ടി. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, 28 പേരും സുരക്ഷിതരാണോ? വിവരങ്ങൾ. അതെ ഷമി, ഈ 28 പേരുടെ കാര്യത്തിൽ അല്പം മുമ്പ് വരെ ആശങ്ക നിലനിന്നിരുന്നു. അതിൽ ഒരാളുടെ കുടുംബാംഗങ്ങളടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇന്നലെ രാവിലെ 8:30-ക്ക് ഇവരെ ഫോണിൽ സംസാരിച്ചതിന് ശേഷം പിന്നീട് ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒടുവിൽ സംസാരിക്കുമ്പോൾ ഇന്നലെ രാവിലെ 8:30-ക്ക് അവർ ഈ ഹരിദ്വാറിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് അവിടെ ഈ പ്രളയമടക്കം ഉണ്ടായത്. അതിനുശേഷം ഇവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞത്. അത് വലിയ ആശങ്കയായി നിലനിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അല്പം മുമ്പ് ഇവർക്ക് വിവരം ലഭിച്ചത്. അതായത് ഇവരെല്ലാം സുരക്ഷിതരാണ്, ഈ മലയാളികളായ 28 പേരും സുരക്ഷിതരാണ് എന്നാണ് ഇവർക്ക് വിവരം ലഭിച്ചത്. അവിടുത്തെ മലയാളി സമാജം, ഉത്തരാഖണ്ഡിലെ മലയാളി സമാജം പ്രസിഡന്റ് ഇവർ സഞ്ചരിച്ച ഈ വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറുമായി ഈ മലയാളി സമാജം പ്രസിഡന്റ് സംസാരിച്ചു. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷെ അവർ ഈ ഗംഗോത്രിക്ക് സമീപം അവർ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. അവരുടെ വാഹനം എവിടെയാണ് എന്നുള്ളത് ഡിഫൻസ് സംഘം അടക്കം ലൊക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് അവരെ ഉടൻ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനായിരിക്കും ഇനി ശ്രമം ഉണ്ടാവുക. മറ്റ് പ്രശ്നങ്ങളില്ല, ആശങ്കപ്പെട്ടതുപോലുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഇവർക്ക് ആശ്വാസകരമാണ്. പക്ഷെ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ കുടുംബാംഗങ്ങളും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. 28 പേരിൽ 20 പേർ മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളികളാണ്. മറ്റ് 8 പേർ കേരളത്തിൽ നിന്ന് പോയവരാണ്. അങ്ങനെ ആകെ 28 പേരാണ് ഇപ്പോൾ ഗംഗോത്രിയിലുള്ളത്. ഗംഗോത്രിയിൽ 28 മലയാളികളും സുരക്ഷിതരാണെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.